ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ മഴക്കാല സമയത്ത്, അതായത് നമ്മുടെ ജൂൺ മാസത്തിൽ നമുക്ക് എന്തൊക്കെ കൃഷികൾ ചെയ്യാം. ഇപ്പം മഴക്കാലമായാലും വേനൽക്കാലമായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്തെങ്കിലേ മതിയാകത്തുള്ളൂ. അപ്പം മഴയും വെയിലും ഇപ്പം ഇങ്ങനെ അതൊക്കെ പ്രകൃതിയുടെ ഓരോ നിയമങ്ങളനുസരിച്ച് അവരിങ്ങനെ ഓരോ വികൃതികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക അല്ലേ. എങ്കിലും നമ്മളെന്ത് വേണം, അത് തോറ്റ് പിന്മാറാതെ നമ്മൾ പിന്നെയും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പ്രളയം വന്നു എന്ന് കരുതിയിട്ട് ആരെങ്കിലും കൃഷി ചെയ്യാതിരിക്കുകയാണോ? അപ്പോൾ എല്ലാവരും അവിടെ എല്ലാം നല്ല വൃത്തിയാക്കി ഇപ്പം കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്തെല്ലാം വന്ന് കൊടുങ്കാറ്റ് വന്നു. അപ്പം അതെല്ലാം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? കൃഷി ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യും. ഇപ്പം നമ്മൾ എന്നെയും കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞിട്ട് പുറകോട്ട് പോയി ഇരിക്കാതെ നമ്മൾ മുന്നോട്ട് തന്നെ വന്നിട്ട് നമ്മൾ കൃഷി ചെയ്യാം. ഇനിയുള്ള കാലം കൃഷി ചെയ്തെങ്കിലേ മതിയാവത്തുള്ളൂ. കാരണം നമ്മളിനിയിപ്പം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്തെല്ലാം നല്ല ജോലിയെന്ന് പറഞ്ഞാലും ശരി, നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം അല്ലേ. അപ്പോൾ നമ്മളെന്ത് വേണം? നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഈ ജൂൺ മാസത്തിൽ എല്ലാവരും മഴയൊക്കെ ആയതുകൊണ്ട് കിടന്ന് ഉറങ്ങാതെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾ തടിയൊക്കെ ഇങ്ങനെ വീർത്ത് വരാതെ നമ്മളെന്ത് വേണം? എന്തെങ്കിലും അത്യാവശ്യം കൃഷികളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കൃഷിയിലോട്ട് പോകാം. അപ്പം ഞാൻ നമ്മുടെ ചേനയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ കുറേ ചേനയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം ചേനയൊക്കെ നട്ടാൽ നമുക്ക് നമ്മുടെ ഓണ സമയത്തൊക്കെ നമുക്ക് ചേനയൊക്കെ കൊണ്ട് നമുക്ക് നല്ല നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അവിയൽ വെക്കാം, സാമ്പാറിനകത്ത് ഇടാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം എന്നാണ് ചൊല്ലല്ലേ. അപ്പം നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തൈകൾ, ഫലവൃക്ഷങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളതായ ഓരോ പ്രകൃതി ക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറിച്ച് നമുക്ക് കടയിലൊക്കെ പോകാതെ ഒരു മുടി ചേന എടുത്തുകൊണ്ട് വന്ന് പുഴുങ്ങി തിന്നാലും മതിയല്ലോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കപ്പയോ ചേനയോ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് പച്ചക്കറികൾ എന്തൊക്കെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പം ചേനയുടെ അടുത്താണ് ഇരിക്കുന്നത്. ഇപ്പം കുറേ ചേനയെ നട്ടിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 52 മൂട് ചേനയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലതുപോലെ വളർന്ന് നിൽപ്പുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ നല്ലതുപോലെ മണ്ണൊക്കെ അടുപ്പിച്ച് നമ്മളെ കാറ്റത്ത് വീണ് പോകാതെ, എല്ലാത്തിനും ഇപ്പോൾ എനിക്ക് കമ്പൊന്നും കുത്തി കൊടുക്കാനൊക്കത്തില്ല. ചാഞ്ഞ് വീണതിന് മാത്രം കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം നല്ലതുപോലെ നിൽപ്പുണ്ട്, കണ്ടില്ലേ നിൽക്കുന്നത്. പുറകോട്ടൊന്ന് നോക്കിക്കേ എല്ലാവരും, കണ്ടാ. ഇപ്പം ഇപ്രാവശ്യം ഞാനിവിടെ ഒരു കുക്കുംബർ നട്ടിരിക്കുകയാണ്. കുക്കുംബർ തറയിൽ നട്ടിരിക്കുക, പന്തലൊന്നും കെട്ടിക്കൊടുത്തില്ല. തറയിൽ നട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം നമ്മളിപ്പം പന്തലൊരിക്കാൻ ശരിയാവില്ല. അപ്പോൾ ഇവർ തറയിൽ പടരുന്നോ ഇല്ലയോ എന്നും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ തറയിൽ പടർത്തി വിട്ടിരിക്കുക, കണ്ടോ. നല്ലതുപോലെ ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട്. അതിനകത്ത് മുട്ടിനും ഇങ്ങനെ കായകളും വരുന്നുണ്ട്. പക്ഷേ പറമ്പിലായതുകൊണ്ടാവാം കായ്ച്ചയുടെയൊക്കെ ശല്യമൊക്കെ ഉണ്ട്. ഇവിടെ ചുവട്ടിൽ തന്നെ ഒരു കാ പിടിച്ച് കിടപ്പുണ്ട്. അതിൻ്റെ ചുവട് ഇതാണ് ചുവട്, അവിടെ തന്നെ ഒരു കാ പിടിച്ച് കിടപ്പുണ്ട്. ഇപ്പം തറയിൽ നല്ല രീതിയിൽ നമുക്ക് കുക്കുംബർ പടർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ നേരിട്ട് തറയിലല്ല, ഞാൻ ഇങ്ങനെ പട്ട അല്ലെങ്കിൽ ഓല ഇട്ട് കൊടുത്തിരിക്കുകയാണ്, കണ്ടില്ലേ. കുറേ പേരിങ്ങനെ പറയാറുണ്ട് കുക്കുംബർ കഴിക്കുമ്പോൾ കയ്പ്പെന്നുള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഞെട്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ കളയുന്ന ഭാഗവും ഇതും കൂടെ വെച്ചിട്ട് നല്ലതുപോലെ ഉരയ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു പദം മാതിരി ഒരു സാധനം വരും. അത് നമ്മൾ നീക്കം ചെയ്താൽ അതിന് കയർപ്പുണ്ടാവത്തില്ല. പിന്നെ കുറച്ച് പേരുടെ ഡൗട്ട് ഇതിനകത്ത് മുള്ളുണ്ടാവുന്നു എന്നുള്ളത്. അത് കുക്കുംബറിന് ഉണ്ടാവുന്നതാണ്, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വലുതാകുമ്പോൾ ഈ മുള്ളൊക്കെ അങ്ങ് പൊക്കോളും. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം ഇങ്ങനെ കാ പിടിക്കുന്നുണ്ട്. വളരുന്നതിനനുസരിച്ച് കണ്ടോ നമ്മൾ ഓല ഇട്ട് കൊടുക്കണം. ഇവിടെ എല്ലാം അങ്ങനെ പിടിച്ച് വരുന്നുണ്ട്, കണ്ടോ. ഇവിടെ കണ്ടോ. ഇനി കവറൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണ് തോന്നുന്നു കുഴപ്പം, അല്ലെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ വളർന്നങ്ങ് വന്നോളും. അപ്പം അടുത്ത് നമുക്ക് നടാൻ പറ്റിയൊരു സാധനമാണ് കുമ്പളം എന്ന് പറയുന്നത്. ഈ മഴക്കാലത്ത് നല്ലതുപോലെ പടർന്ന് കയറി പോകുന്ന ഒന്നാണ് കുമ്പളം എന്ന് പറയുന്നത്, കണ്ടോ. ഇപ്പോൾ ഇവിടെ കുറേ കുമ്പളം ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും പിന്നെ കളച്ചപ്പോഴൊക്കെ ഉണ്ടല്ലോ, ഓരോ ഇടത്തുമൊക്കെ കൊണ്ടുവന്ന് കുമ്പളം ഇങ്ങനെ വെറുതെ ഇട്ടിരുന്നു. അവരെല്ലാം നല്ല രീതിയിൽ പടർന്ന് കയറി കഴിഞ്ഞ് വന്നു കേട്ടോ. എല്ലാം നമ്മുടെ ഈ പറങ്കാവിലോട്ട് അങ്ങ് കയറ്റി വിട്ടിരിക്കുക. ഇനി അവരെ പാടായി, അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതിനകത്തോട്ട് അങ്ങ് പോയാൽ കാ പിടിച്ച് അവിടെ കിടന്നോളുമല്ലോ. ഇപ്പോൾ അതിന് അത്യാവശ്യം വളമൊക്കെ കൊടുത്താൽ, ഇപ്പം ഇത് ഇഞ്ചിയുടെ ഇടയ്ക്കാണ് കിളിച്ച് വന്നിരിക്കുന്നത്. അപ്പം അത് കയറ്റി വിട്ടേക്കുന്നത് ഒരു കയർ കെട്ടി കൊടുത്തിട്ട് പറങ്കാവിലോട്ട് അങ്ങ് കയറ്റി വിട്ടു. ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ നട്ടുപിടിപ്പിച്ചാണല്ലോ. ജൂൺ മാസത്തിലൊക്കെ അങ്ങോട്ട് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഓണ സമയത്തൊക്കെ നല്ലതുപോലെ കുമ്പളങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ജൂൺ സമയത്ത് നമ്മൾ വിത്തുകളൊക്കെ പാകി വെച്ചിരുന്നാൽ അത് നല്ലതുപോലെ കിളിച്ച് വരും. 4 പരുവാകുമ്പോൾ എടുത്ത് നട്ടാൽ നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇതുണ്ടല്ലേ, കുമ്പളമൊക്കെ നല്ല ആരോഗ്യത്തോടെ കയറി പോകുന്നുണ്ടോ.
ഒരു കമ്പ് കുത്തി ഒരു മരത്തിലോട്ടങ്ങ് കയറ്റി വിട്ടാൽ മതി അവരെ. നമ്മൾ പ്രത്യേകിച്ച് പിന്നെ പന്തലൊന്നും കെട്ടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ അടുത്തൊക്കെ ഇങ്ങനെ മരം നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മരത്തിലോട്ടങ്ങ് കയറ്റി വിടാം. ഇങ്ങനെ മരങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പന്തൽ കെട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എങ്ങനെയായാലും അതിനകത്ത് കുമ്പളങ്ങ പിടിച്ച് നല്ലതുപോലെ വന്നോളും. അടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ വെണ്ടകൾ നടാൻ പറ്റിയ സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത്. മഴക്കാലത്ത് ഈ ജൂൺ മാസത്തിലൊക്കെ നല്ലതുപോലെ നമുക്ക് വെണ്ട കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അത് നല്ലതുപോലെ പിന്നെ തഴച്ച് വളരുകയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഈ മഴക്കാലത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്ത് നിർത്തി നല്ലതുപോലെ ചുവടൊക്കെ വെട്ടിയടിപ്പിച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ നിർത്തിയിരുന്നാൽ നല്ല രീതിയിൽ നമുക്ക് വെണ്ടയ്ക്ക് പിടിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഒരു ചുമന്ന വെണ്ടയാണ് ഈ കളിച്ച് വരുന്നത്. അപ്പോൾ അതിനകത്ത് കസ്തൂരി വെണ്ടയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കൊമ്പൻ വെണ്ടയുണ്ട്, പച്ചവെണ്ടയുണ്ട്, അങ്ങനെ ഒരു പിന്നെ മരവെണ്ടയുണ്ട്. ഇവിടെ ഒരു 5 ടൈപ്പോളം വെണ്ടയാണുള്ളത്. അപ്പം നിങ്ങളെ അത് പിന്നെ ഒരു വീഡിയോയിൽ അതങ്ങനെ കാണിക്കാം. അപ്പോൾ എന്തായാലും ഒരു 5 മൂട് വെണ്ടയെങ്കിലും നിങ്ങൾ നട്ടാലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ വെണ്ടയ്ക്കൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒരു 5 മൂട് വെണ്ടയെങ്കിലും നടാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്ത കൃഷി എന്ന് പറയുന്നത് വഴുതന കൃഷിയാണ്. എപ്പോഴും നമുക്ക് കൃഷിയൊക്കെ ചെയ്യാമെങ്കിൽ ഈ മഴക്കാല സമയത്ത് നല്ല രീതിയിൽ നമുക്ക് അതിനെ കെയർ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും. നമ്മൾ നട്ടിരിക്കുന്നതായ പിന്നെ ഇത് പച്ച വഴുതനങ്ങയാണ്, ഗ്രീൻ വൈറ്റ് വഴുതനയാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ നല്ലൊരു കായാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെയൊക്കെ ഉണ്ടാനേക്കാൾ സ്വല്പം കൂടെ നീളമൊക്കെ ഉണ്ടാനേ. അപ്പോൾ അതിന് പിന്നെ ചാഞ്ഞൊക്കെ പോകാതെ ഇങ്ങനെ കമ്പൊക്കെ കുത്തി കൊടുക്കുക, എന്നിട്ട് അതിനെ ഒന്ന് കെട്ടി നിർത്തുക. കണ്ട കെട്ടിയൊക്കെ നിർത്തിയിരിക്കുകയാണ്. അപ്പം വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ഈ മഴ സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടതായ വഴുതനയൊക്കെ കിട്ടും. ഒരു വഴുതന നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ നമുക്കൊരു 2 വർഷമെങ്കിലും ആ ഒരു ചെടി നീക്കി നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്നും ഇങ്ങനെ വഴുതനങ്ങ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഏത് കാലാവസ്ഥയിലും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് പയറെന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പയർ അങ്ങോട്ട് പറിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്ന് വെച്ചാൽ ഒരു ചെടിയുടെ ആരോഗ്യം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളെന്ത് വേണം, അടുത്തത് നമ്മൾ നട്ടുപിടിപ്പിക്കണം. കണ്ടില്ലേ, ഇഷ്ടംപോലെ പയറുകൾ ഇതിനിടയ്ക്കെല്ലാം ഇങ്ങനെ പയറുകൾ പിടിച്ചു വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് വേണ്ടതായ പയറുകളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിനിപ്പം പ്രത്യേകം കാലാവസ്ഥയൊന്നുമില്ല കേട്ടോ, എപ്പം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പയറുകൾ കിട്ടും. പിന്നെ സീസൺ അനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ വിളവുകൾ നമുക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതുതന്നെ അടുത്തെന്ന് വെച്ചാൽ നമുക്ക് നിത്യവഴുതന ഇഷ്ടംപോലെ പിടിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതും നിങ്ങളൊന്ന് നട്ടുപിടിപ്പിക്കാണ്ട് ശ്രമിക്കുക. ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് നിറയെ കായകളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പെരുംജീരകം ദണ്ട് പൂക്കാനായിട്ട് തുടങ്ങി, കണ്ടല്ലേ. ഇനി ഇത് പൂത്ത് ഇവിടെ ഇങ്ങനെ കായായിട്ട് ഇതങ്ങ് മാറും. അപ്പം നമുക്കത് ഉണക്കിയൊക്കെ നമുക്ക് എടുക്കാം. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അതിനിച്ചിരി ഒരു ഡാമേജൊക്കെ പറ്റിയെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇങ്ങനെ വെള്ളമൊക്കെ നന്നായി അറിഞ്ഞ് വീഴുമ്പോഴേ ഇച്ചിരി ചരിഞ്ഞൊക്കെ ഇരിക്കുകയാണത്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ജൂൺ മാസത്തിൽ നമുക്ക് നടാൻ പറ്റുന്ന ഒന്നാണ് ഈ കുറ്റി അമര. അതുപോലെ തന്നെ ഈ അമരയൊക്കെ ഉണ്ടല്ലോ, സാമ്പാറിനകത്തിടുന്ന അമരയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ജൂൺ മാസത്തിൽ നിങ്ങളത് പാകി വെച്ചിരുന്നാൽ മഴയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ പിന്നെ പറിച്ച് മാറ്റി നടാനൊക്കെ സാധിക്കും. ഇപ്പം കണ്ടില്ലേ, ഇഷ്ടം പോലെ അമരയ്ക്കാണ് നിൽക്കുന്നത്. നേരത്തെ ഞാനിത് അമരയ്ക്ക പറിച്ച് തോരനൊക്കെ വെച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമരയുടെ വിത്തുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ വെബ്സൈറ്റിലൊക്കെ ആക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനകത്ത് നിൽക്കുന്ന അമരയ്ക്ക ഒന്ന് പറിച്ചെടുക്കാം. അതുപോലെ തന്നെ പിന്നെ മത്തന്, വെള്ളരി ഒക്കെ നടാൻ പറ്റിയ സമയമാണ് ഈ ജൂൺ മാസം എന്ന് പറയുന്നത്. ഇപ്പോൾ നട്ടാൽ മാത്രമേ നമുക്ക് ഓണത്തിന് അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നട്ടുപിടിപ്പിക്കുക. അപ്പം നമ്മളും അത്യാവശ്യമൊക്കെ നട്ടുപിടിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം മഴയാണ്, പ്രളയമാണ്, കാറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിരുന്നാൽ ഒന്നും ശരിയാവില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് നടാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കാറ്റത്തൊക്കെ ചാഞ്ഞു പോയെങ്കിലും നമ്മുടെ അമരക്കയൊക്കെ നല്ല രീതിയിൽ മേലോട്ടൊക്കെ കെട്ടിക്കൊടുത്തപ്പോഴും മേലോട്ടൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഇതിന് നല്ലതുപോലെ നമ്മൾ ഒരു താങ്ങൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ഈ അമരയൊക്കെ നിൽക്കത്തുള്ളൂ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അമരേക്കാളൊക്കെ വളരെ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മുതുവൊന്നും നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാനുള്ള അമരയ്ക്ക ഇതിനകത്ത് നിൽപ്പുണ്ട്. ഒരു തോരനുള്ള അമരയ്ക്ക ഇതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥയിൽ നല്ലതുപോലെ പിടിപ്പിക്കാവുന്ന ഒന്നാണ് പച്ചമുളക് എന്ന് പറയുന്നത്. കാരണം ഇപ്പം വെള്ളീച്ചയുടെ ശല്യം കുറവായിരിക്കും. കാരണം ഈ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് വെള്ളമൊക്കെ ഊക്കിന് വന്ന് വീഴുന്നതുകൊണ്ട് ഈ വെള്ളീച്ചയൊന്നും അങ്ങനെ ഇരിക്കുകയില്ല. ഇതിപ്പം വയലറ്റ് കണ്ട് ഉണ്ടമുളക് നിൽക്കുന്നുണ്ടല്ലേ, അത് പിടിച്ചു വരുമ്പം വയലറ്റ് കളറും പിന്നെ നമ്മളെല്ലാം വയലറ്റ് മുളകിൻ്റെ അതേ രീതി തന്നെയാണ്. പിന്നെ പച്ച കളറാവും, പിന്നെ അതങ്ങ് ചുമക്കും. കണ്ടോ, അപ്പോൾ ചുമന്നൊക്കെ നിൽക്കുകയാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ വയലറ്റ് മുളക് നിൽക്കുന്ന
അപ്പം പിന്നെ ഇതിനകത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പച്ചക്കറി മുളകൊക്കെ പറിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞു. വെള്ളക്കാന്താരി നല്ല രീതിയിൽ പിടിച്ചു വരുന്നുണ്ട്. ഇനി അടുത്തത് പച്ചക്കാന്താരി കാണിക്കാം. ഇത് പച്ചക്കാന്താരി നിൽക്കുന്നുണ്ടില്ലേ, നിറയെ ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ വിളഞ്ഞു പഴുത്ത് നിൽപ്പുണ്ട്. അത്യാവശ്യം പച്ചമുളകെങ്കിലും നമ്മൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിക്കണം. എങ്കിലും മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. അത് തീർച്ചയായിട്ടും എല്ലാവരും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ പഴയ കോളിഫ്ലവറിൽ നിന്നും നമ്മൾ അതിൻ്റെ അടിയിലൂടെ വരുന്ന കൊമ്പുകൾ കുത്തി വെച്ചിട്ട് നമുക്ക് വന്നതായ കോളിഫ്ലവറാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അത്രയും വലിപ്പം നമുക്ക് ഇല്ല എങ്കിൽ തന്നെയും അത്യാവശ്യം വേണ്ടതായ വലിപ്പത്തിൽ നമുക്ക് കോളിഫ്ലവർ കിട്ടും. ഉറപ്പായല്ലോ. വേറെയും കാണിക്കാം. ഇപ്പം കണ്ടോ, വേറെ ഒരെണ്ണം. അപ്പോൾ 2-3 എണ്ണത്തിന് ഞാനിങ്ങനെ എടുത്തു കേട്ടോ, വിളവെടുത്ത് കഴിഞ്ഞായിരുന്നു. അത് കാണിക്കാൻ പറ്റില്ല, മഴ ടൈമിലൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങളും ഇതേപോലെ കോളിഫ്ലവർ നിർത്തിയിരുന്നാൽ അതിനടിയിലൂടെ കൊമ്പുകളൊക്കെ വരും. അപ്പോൾ അതിങ്ങനെ ഒടിച്ചൊടിച്ച് നട്ടിരുന്നാൽ നമുക്ക് എന്നും നമുക്കിങ്ങനെ കോളിഫ്ലവർ ഒടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അധികം വലിപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം 2 എണ്ണമൊക്കെ ഒടിച്ചെടുത്താൽ ഒരു കറി വയ്ക്കാനൊക്കെ കിട്ടും. അപ്പം നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട ആണ് ഈ നിൽക്കുന്നത്. കണ്ടോ, നല്ല വലുപ്പത്തിൽ വളർന്നു വരുന്നുണ്ട്. പിന്നെ അതാണ്ട് ഇവിടെയാണ് മരവെണ്ട എന്ന് പറഞ്ഞ വെണ്ട നിൽക്കുന്നത്. കണ്ടോ, ഇതിനകത്തും ഇഷ്ടംപോലെ പിടിക്കും. കണ്ടില്ലേ? ഇപ്പം മഴക്കാല കൃഷികൾ ജൂൺ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ കൃഷി ചെയ്യാം. അപ്പം കൃഷി ചെയ്യാനായിട്ട് ഞങ്ങളുടെ വിത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം www.ministlifestyle.com എന്ന നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളൊക്കെ അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടാൽ നിങ്ങൾക്ക് പിന്നെ എന്താണ് കൃഷിയുടെ വിത്ത് മുതൽ വിളവ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൃഷിയുടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ ചാനലൊക്കെ ഒന്ന് കാണാനായിട്ട്, എൻ്റെ ചാനലൊന്നും ഞാൻ പറയത്തില്ല, കൃഷിയുടെ ചാനലൊക്കെ കണ്ടിട്ട് എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഈ പിന്നെ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോഴും നമ്മുടെ കൊച്ചു കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഒക്കെ ഒന്ന് വിഷത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഈ ജനങ്ങൾ ഈ വിഷങ്ങളൊന്നും കഴിക്കാതെ കീടനാശിനികൾ തളിക്കാതെ നമ്മുടെ വീട്ടിലുള്ളതായ വളങ്ങളൊക്കെ വെച്ചിട്ട് കൃഷി ചെയ്തിട്ട് ആ പച്ചക്കറികളൊക്കെ ഒന്ന് കഴിച്ച് ആരോഗ്യത്തോടെ കുറച്ച് നാളും കൂടെ ജീവിച്ചിരിക്കട്ടെ, അല്ലേ? അതല്ലേ വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.